സെമിയോട്ടിക്കയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് വിശകലനത്തിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുവാൻ പോകുന്ന മണ്ഡലങ്ങൾ കുന്നത്തൂർ, പത്തനാപുരം. നമുക്ക് ആദ്യമായി തന്നെ കുന്നത്തൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ആരംഭിക്കും. LDF സ്ഥാനാർത്ഥി കോവൂർ കുഞ്ഞുമോൻ, UDF സ്ഥാനാർത്ഥി ഉല്ലാസ് കോവൂർ, NDA സ്ഥാനാർത്ഥി രാജീവ് പ്രസാദ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോവൂർ കുഞ്ഞുമോൻ 43% വോട്ട് വീതം നേടി വിജയിച്ച മണ്ഡലമാണിത്. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഓരോ സ്ഥാനാർത്ഥികളുടെയും ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ എങ്ങനെ ജനങ്ങൾ വിലയിരുത്തുന്നു എന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനത്തിന് UDFനാണ് ജനങ്ങൾ 1ാം സ്ഥാനം കൊടുക്കുന്നത്, LDFന് 2ാം സ്ഥാനവും. യുവജന പിന്തുണയിൽ LDF ആണ് 1ാം സ്ഥാനത്ത്, UDF 2ാം സ്ഥാനത്തും. വീണ്ടും വോട്ടർമാരുടെ വിശ്വാസ്യതയിലും സഹിഷ്ണുതപരമായ രാഷ്ട്രീയത്തിലും UDF 1ാം സ്ഥാനത്താണ്, LDF ഈ ഘടകങ്ങളിൽ 2ാം സ്ഥാനത്ത്. നേതൃപാടവത്തിൽ LDF 1ാം സ്ഥാനത്തും UDF 2ാം സ്ഥാനത്തുമാണ്. സെമിയോട്ടിക്ക അതിൻ്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോടുകൂടി കുന്നത്തൂർ നിയമസഭാ മണ്ഡലം ആര് വിജയിക്കുമെന്ന് നമുക്കായി പ്രവചിക്കുകയാണ്. നമുക്ക് നോക്കാം. ഇവിടെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് semiotica.ai പ്രവചിക്കുന്നത്. UDF സ്ഥാനാർത്ഥിക്ക് 38.7% വോട്ട് വീതമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ലഭിക്കുന്നതെന്ന് സെമിയോട്ടിക്ക പറയുന്നു. LDF സ്ഥാനാർത്ഥിക്ക് 37.5% വോട്ട് വീതവും NDA സ്ഥാനാർത്ഥിക്ക് ഏകദേശം 24% വോട്ട് വീതവും ലഭിക്കുമെന്ന് പറയുന്നു. ഇനി നമുക്ക് പത്തനാപുരം നിയമസഭാ മണ്ഡലത്തിലേക്ക് പോകാം. അവിടെ LDF സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാർ, UDF സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചമക്കാല, NDA സ്ഥാനാർത്ഥി അനിൽ കുമാർ S. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KB ഗണേഷ് കുമാർ LDF സ്ഥാനാർത്ഥി വ്യക്തമായ ഭൂരിപക്ഷം ഏകദേശം 49% വോട്ട് വീതത്തോടുകൂടി ജയിച്ച മണ്ഡലമാണ് പത്തനാപുരം. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഓരോ സ്ഥാനാർത്ഥിയുടെയും ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന ഘടകങ്ങളെ എങ്ങനെ ഇവിടുത്തെ സമ്മതിദായകർ രാഷ്ട്രീയ മുന്നണിയെ വിലയിരുത്തുന്നു എന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനത്തിലും യുവജന പിന്തുണയിലും LDFനാണ് 1ാം സ്ഥാനം, UDF 2ാം സ്ഥാനത്ത്. വോട്ടർമാരുടെ ഇടയിലെ വിശ്വാസ്യതയിൽ UDFനാണ് 1ാം സ്ഥാനം, LDF 2ാം സ്ഥാനത്ത്. നേതൃപാടവവും സഹിഷ്ണുതാപരമായ രാഷ്ട്രീയം ഈ ഘടകങ്ങളിൽ LDF 1ാം സ്ഥാനത്താണ്, UDF 2ാം സ്ഥാനത്ത്. ഓരോ സ്ഥാനാർത്ഥികളുടെയും ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന ഘടകങ്ങളെ കീറിമുറിച്ച് സെമിയോട്ടിക്ക അതിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോടുകൂടിയ ഇവിടുത്തെ വിജയിയെ പ്രഖ്യാപിക്കുകയാണ്. നമുക്ക് നോക്കാം പത്തനാപുരം ആര് ജയിക്കും. പത്തനാപുരത്ത് ഒരു വ്യക്തമായ LDF മുന്നേറ്റമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. LDF സ്ഥാനാർത്ഥിയായ KB ഗണേഷ് കുമാർ 45% വോട്ട് വീതം നേടുമെന്നാണ് സെമിയോട്ടിക്ക പറയുന്നത്. UDF സ്ഥാനാർത്ഥി 37% വോട്ട് വീതവും NDA സ്ഥാനാർത്ഥിക്ക് ഏകദേശം 18% വോട്ട് വീതവും ലഭിക്കുമെന്നും സെമിയോട്ടിക്ക പ്രവചിക്കുകയാണ്. ഇതുവരെ സെമിയോട്ടിക്ക നടത്തിയ പ്രവചനങ്ങൾ 87 നിയമസഭാ മണ്ഡലങ്ങളിലാണ്. അതിൽ കാസർഗോഡ് വ്യക്തമായ UDF മുൻതൂക്കം, NDAക്ക് അവിടെ ഒരു സീറ്റുണ്ട്. കണ്ണൂർ വ്യക്തമായ LDF മുൻതൂക്കം. കോഴിക്കോട് വീണ്ടും UDF മുൻതൂക്കം. വയനാട് UDFന് നേരിയ മേൽക്കോയ്മ. മലപ്പുറം നിയമസഭാ മണ്ഡലത്തിൽ 13 മുതൽ 15 സീറ്റ് നേടി UDF തേരോട്ടമാണ്. തിരുവനന്തപുരത്ത് LDF സ്ഥാനാർത്ഥിക്ക് 8 മുതൽ 9 നിയമസഭാ മണ്ഡലങ്ങൾ നേടി ഒരു മുന്നേറ്റമാണ്. അവിടെ NDAക്ക് 2 മുതൽ 3 സീറ്റ് ലഭിക്കുവാൻ സാധ്യതയുണ്ടെന്ന് സെമിയോട്ടിക്ക പ്രവചിക്കുന്നു. മറ്റ് നിയമസഭാ മണ്ഡലങ്ങൾ പല ഡിസ്ട്രിക്റ്റുകളിലായി ചെതറിക്കിടക്കുന്ന മണ്ഡലങ്ങളിലാണ് വിശകലനം സെമിയോട്ടിക്ക നടത്തിയിരിക്കുന്നത്. അവിടെ UDFന് 10 മുതൽ 11 നിയമസഭാ മണ്ഡലങ്ങളും LDFന് 11 മുതൽ 12 നിയമസഭാ മണ്ഡലങ്ങളും NDAക്ക് 1 മുതൽ 2 നിയമസഭാ മണ്ഡലങ്ങളുമാണ് സെമിയോട്ടിക്ക പ്രവചിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ UDFന് 44 മുതൽ 50 നിയമസഭാ മണ്ഡലം, LDFന് 32 മുതൽ 40 നിയമസഭാ മണ്ഡലം, NDAക്ക് 3 മുതൽ 6 നിയമസഭാ മണ്ഡലം. വീണ്ടും മറ്റൊരു മണ്ഡലവുമായി നിങ്ങളുടെ അടുക്കിലേക്ക് ഞങ്ങൾ ഉടനെ എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.